ഷെയർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, +2 ക്ലാസ്സിലെ ബേട്ടി കെ നാം എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചു. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും തന്നു. ഇന്ന് നമുക്കതിൻ്റെ സമ്മറി ഒന്ന് നോക്കാം അല്ലേ. ആരാ എഴുതിയ? ബഹാദുർ ഷാ സഫറാണ്. അദ്ദേഹത്തിൻ്റെ ജവാബി പത്രമാണ് പാഠഭാഗം. സമ്മറി ഒന്ന് നോക്കിയേ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാൻ ഉപകരിക്കും. ബഹാദുർ ഷാ സഫർ ദില്ലിക്ക് അന്തിമ ബാദഷാഹ് ഥേ. ബഹാദുർ ഷാ സഫർ ഡൽഹിയിലെ അവസാനത്തെ ചക്രവർത്തി ആയിരുന്നു. വേ അബ് റംഗൂൺ മേ അംഗ്രേസോं के कैद में ബന്ധൻ थे. വേ അദ്ദേഹം അബ് ഇപ്പോൾ റംഗൂണിൽ അല്ലേ, ബ്രിട്ടീഷുകാരുടെ കൈതെന്ന് വെച്ചാൽ ജയിലിലെ ബന്ധനത്തിൽ ആണ്. ഉൻകി ബഡി ബേട്ടി കുൽസം ജമാനി ബേഗം ദില്ലി മേ അംഗ്രേസോं के कैदी थी. അദ്ദേഹത്തിൻ്റെ മൂത്ത മകളായ കുൽസം ജമാനി ബേഗം ഡൽഹിയിലെ ബ്രിട്ടീഷുകാരുടെ തടവുപുള്ളിയും ആയിരുന്നു, എന്നുവെച്ചാൽ ജയിലിൽ ആയിരുന്നു. വഹാം ബൈട്ട് കർ ബേട്ടി അപ്പനെ പിതാ കോ പത്ര ഭേജ. അവിടെ ഇരുന്ന് ബേട്ടി അവളുടെ അച്ഛന് കത്ത് അയക്കുന്നു. ബേട്ടി കാ കത്ത് ആൻസു ഭരി ആഗോമേം കൈ ബാർ സുൻതേ വക്തേ. ബേട്ടിയുടെ കത്ത് ആൻസു എന്ന് വെച്ചാൽ കണ്ണുനീർ നിറഞ്ഞ കണ്ണോടെ, പല പ്രാവശ്യം സുൻതേ വക്തേ കേട്ട സമയം. നമുക്ക് കഥ ഓർമ്മയുണ്ടല്ലേ. അദ്ദേഹത്തിൻ്റെ മകനാണ് കത്ത് വായിച്ചു കൊടുക്കുന്നത്. പല പ്രാവശ്യം കേട്ടിട്ടും അയാൾക്കത് തൃപ്തിയായില്ല അല്ലേ. അത് ഓർക്കുക ആ ഭാഗം എന്നൊക്കെ. അതാണ് അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ കത്ത് വായിച്ചത് സുൻതേ കേട്ടപ്പോൾ. ആ സമയം ഉൻകെ മൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ബേട്ടിയാർ പരിവാർക്കെ പ്രതി പ്യാറെ മകളോടും കുടുംബത്തോടും സ്നേഹവും, അതിനോടൊപ്പം തന്നെ അപ്പനെ ദേശവാസിയും കെ പ്രതി അദ്ദേഹത്തിൻ്റെ ദേശവാസികളായ ഡൽഹിക്കാർ ഇല്ലേ, അവരുടെ നേർക്ക് പ്രേമം സ്നേഹവും സഹാനുഭൂതി ഫരാദ അനുകമ്പയും നിറഞ്ഞു. അംഗ്രേസോം നെ ഹമാരെ ലോഗോं के बाप ബേട്ടെ. ബ്രിട്ടീഷുകാർ നമ്മുടെ ജനങ്ങളുടെ അറിയാന്നൊക്കെ അച്ഛനെ, ബേട്ടെ ആൺമക്കളെ, ഭായിയോ ഭായി എന്ന് വെച്ചാൽ സഹോദരന്മാരെ, ഫാംസി പർ ചഡ് ഗയ തൂക്കിലേറ്റുകയും ചെയ്തു. ബെച്ചെ യത്തിം ഹോഗയെ കുട്ടികൾ അനാഥരായി മാറി. അവരത്വം എന്ന് വെച്ചാൽ സ്ത്രീകളെ ബേവാ ഹോഗെ സ്ത്രീകൾ വിധവകളായി മാറി. ഉൻകെ ഗർ ലൂട്ട് ഗയ അവരുടെ വീടുകൾ കൊള്ളയടിച്ചു. ബ്രിട്ടീഷുകാർ ചെയ്ത പ്രവൃത്തികളായിരുന്നു ഇത്രയും. എല്ലാ ജനങ്ങളെയും എന്ത് ചെയ്തു? നമ്മുടെ ആണുങ്ങളായ എല്ലാ ആൾക്കാരെയും തൂക്കിലേറ്റി. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്തു? അവരുടെ വീടുകൾ കൊള്ളയടിക്കുകയും ചെയ്തു. ഹമാരാ ദേശ് കബ് സ്വതന്ത്ര ഹോഗ. നമ്മുടെ ദേശം എപ്പോൾ സ്വതന്ത്രമാകും? ഡൽഹിയാണ്. ഡൽഹിവാസിയോं को देखने का अवसर कब आएगा. ഡൽഹിവാസികളെ കാണാനുള്ള അവസരം തനിക്ക് എപ്പോൾ കിട്ടും എന്ന് അദ്ദേഹം ചിന്തിക്കുകയും ചെയ്യുന്നു. അവിടെ നോക്കിയേ, ബേട്ടിക്ക് ഷാദിക്ക് दिन में गालिब और जनक ने भारतों की अगवानी के സെഹറെ लिखने के बारे में बे सोचते थे. അദ്ദേഹം വീണ്ടും ചിന്തിച്ചു. അയാളുടെ മകളുടെ വിവാഹ ദിനത്തിലെ ഗാലിബും ജനകും കൂടി എഴുതിയ അല്ലേ, ഭാരത്തുകൾ എന്ന് വെച്ചാൽ വരപക്ഷക്കാരെ സ്വീകരിക്കാൻ വേണ്ടി എഴുതിയ ആ ഗീതം അദ്ദേഹം ഇപ്പോഴും ഓർക്കുന്നു. അവിടെ നോക്കിയേ, ഈദ് കെ മൗക്കെ എന്ന് വെച്ചാൽ അവസരം. ഈദിൻ്റെ അവസരത്തിൽ കുछ മുസൽമാനോ ബാദഷാഹ് കോ ദേഖനെ കെ ലിയെ തോഹഫ ലേക്കർ ആയെ. ഈദിൻ്റെ അവസരത്തിൽ കുറേ മുസൽമാന്മാരെ ബാദഷാഹ് ചക്രവർത്തിയെ കാണുവാൻ വേണ്ടി തോഹഫ സമ്മാനവുമായി വന്നു. ഇസ്കെ ബദലെ അതിന് പകരം റാണിക്ക് ഏക് ഹാർ ഉൻകോ ദേ ദിയ. റാണിയുടെ രാജ്ഞിയുടെ ഒരു മാല അവർക്ക് നൽകുകയും ചെയ്തു. തബ അംഗ്രേസോं का विचार था. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വിചാരം ഇതായിരുന്നു. ഇൻ മുഗളോं के पास ബഹത്തെ ജവാഹറാത്ത് ഹേ. ഈ മുഗളന്മാരുടെ പക്കൽ ധാരാളം ആഭരണങ്ങൾ ഉണ്ട്, ധാരാളം വജ്രങ്ങളുണ്ട് എന്നാണ് അവർക്ക് തോന്നിയത് ബ്രിട്ടീഷുകാർക്ക്. ഇസസെ അതുകൊണ്ട് കൈദിയോങ്കോ ദിയാ കർച്ച് ചിലവേ. അതുകൊണ്ട് കൈദികൾക്ക്, തടവ് പുള്ളികൾക്ക് കൊടുത്ത കർച്ച് എന്ത് ചെയ്തു? ആദാ പകുതിയാക്കി ദിയാഗയാ മാറ്റി, വെട്ടിക്കുറച്ചു അല്ലേ, പകുതിയാക്കി മാറ്റി. ബാദഷാഹിനെ കത്ത് സേലിക. ബാദഷാഹ് കത്തിലെഴുതി. ആ മകൾക്ക് വന്ന കത്തിൻ്റെ മറുപടി കത്ത് അദ്ദേഹം എഴുതുന്നു അല്ലേ. അതിൽ അദ്ദേഹം എഴുതുകയാണ്, ഹമാര ഖബ്ർ പരദേശമേ ബനഗി. ഞങ്ങളുടെ ഖബ്ർ എന്ന് വെച്ചാൽ ശവകുടീരം പരദേശത്തെ തയ്യാറായി. അബ ഇപ്പോഴേ ലക്കടിക്ക് ഫീഗി ഹുയി ഖബ്രമേ സിന്ധ് ഹി ദഫൻ ഹേ. ഇപ്പോഴും ഞങ്ങൾ ലക്കടി തടി കൊണ്ടുണ്ടാക്കിയ നനഞ്ഞ് ചോർന്നൊരിക്കുന്ന ഒരു ഖബ്റിൽ ശവകുടീരത്തിൽ ജീവനോടെ അടക്കപ്പെടുകയും ചെയ്തു. ജബ മർ ഹോഗെ. എപ്പോഴാണോ മരിക്കുന്നത്? തബ് ഭി ഖബ്രമേ ഹി ഹോഗെ. അപ്പോഴും ഖബ്ര ശവകുടീരത്തിൽ തന്നെ ആയിരിക്കും.
ഇപ്പോൾ ഞങ്ങൾ ജീവനോടെ ഒരു ഖബറിലാണ് അല്ലേ ജീവിക്കുന്നത്, അതായത് ജീവനോടെ മരിച്ച അവസ്ഥയാണെന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. അത്രത്തോളം ബന്ദിയായിട്ടുള്ള ആ ഒരു ബാദഷാഹിൻ്റെ മനസ്സിലെ അവലതിയാണ്, ആ വ്യാകുലതയാണ് ഇവിടെ കണ്ടത് കേട്ടോ. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എങ്കിലും അത് എങ്ങനെയാണ് ആ ജീവിച്ചിരിക്കുന്നത്? ദഫൻകർ, അതായത് അതായത് മരിച്ചു കിടക്കുന്ന ഖബറിലേക്കാണെന്നാണ് അയാൾക്ക് തോന്നിയത് കേട്ടോ. അപ്പം ഇങ്ങനെ ഇതാണ് പാഠഭാഗത്തിൻ്റെ സമ്മറി. ഇത് വായിച്ച് പഠിച്ച് വയ്ക്കുക. നിങ്ങൾക്ക് അതിനകത്ത് ക്വസ്റ്റൻ ആൻസേഴ്സ് ഡയറി എന്തൊക്കെ ചോദിച്ചാലും കോൺവെർസേഷനൊക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഒരു സമ്മറി തയ്യാറാക്കിയത്. ഓക്കെ, അടുത്ത ക്ലാസ്സുകളിലെ ബാക്കി പാഠഭാഗങ്ങളുടെ കൂടെ തരും കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, മറ്റു കുഞ്ഞുങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.